y+1 ഹോൾ ഘാതം n സമം k ഇൻറ്റു y+1 ആയാൽ കെയുടെ വില കാണുക. y+1 ഹോൾ ഘാതം n സമം k ഇൻറ്റു y+1 നമുക്ക് കെയുടെ വിലയാണ് കാണുന്നത്. അപ്പോൾ ഈ സമവാക്യത്തിൽ k ഒരു ഭാഗം നിർത്തി ഇൻറ്റു y+1 മറ്റേ ഭാഗത്തേക്ക് കൊണ്ടുപോവുക. കെയുടെ വില കാണുമ്പോൾ k അവിടെ നിർത്തിയിട്ട് ഇൻറ്റു y+1 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നാവും. അപ്പോൾ അല്ലേ, അപ്പോൾ k അവിടെ നിർത്തിയിട്ട് സമം ഈ y+1 ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എന്നാവും. ഇവിടെ എന്താ ഉള്ളത്? y+1 ഹോൾ ഘാതം n ഇവിടെ ഉണ്ട്, ഇൻറ്റു y+1 ഇങ്ങോട്ട് വന്നു, അപ്പോൾ ബൈ y+1 ഇത് ഹരിക്കണം. ഇത് കൃത്യങ്ക നിയമം ഏഘാതം m ബൈ ഏഘാതം n, ഏഘാതം m ബൈ ഏഘാതം n എന്താണ്? ഏഘാതം m മൈനസ് n. ഈ കൃത്യങ്ക നിയമം വെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ y+1 ഹോൾ ഘാതം n ബൈ y+1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കൃതി n ഉണ്ട്, ഇവിടെ കൃതി m ഉള്ള പോലെ ഇവിടെ n ഉണ്ട്, ഇവിടെ കൃതി കാണുന്നില്ല അല്ലേ, ഇവിടെ കൃതി വേണം. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്തിടാം? കൃതി 1 എഴുതാം. 1 ഇട്ടാൽ മാറ്റമൊന്നും വരില്ലല്ലോ, ഏതൊരു സംഖ്യയുടെ കൃതി 1 ഇട്ടാൽ അത് തന്നെയാണ്. അപ്പോൾ y+1 ഹോൾ ഘാതം n ബൈ y+1 ഹോൾ ഘാതം 1 ഇത് നമുക്ക് കൃത്യങ്ക നിയമം വെച്ച് ചെയ്യാം. എന്താണ്? a വരുമ്പോൾ a ഇട്ട പോലെ y+1 നമ്മൾ എന്താ എഴുതുക? y+1 എന്നിട്ട് എന്ത് ചെയ്തു? m എന്ന് n കുറച്ച് എഴുതി. അപ്പോൾ n എന്ന് 1 കുറച്ച് എഴുതുക, n കുറയ്ക്കണമെന്ന്. ഉത്തരം കിട്ടി. കെയുടെ വില y+1 ഹോൾ ഘാതം n-1.